ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മളൊരു 500 ലൈക്സ് ഒക്കെ ഈ ഒരു വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ, മെസ്സേജസ്, ഓൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് സോൾ മെസ്സേജസ്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു സോൾ മെസ്സേജസ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, soul messages from your person. Okay, Five of Pentacles ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ സ്പ്രെഡിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളിപ്പോൾ നോക്കുന്ന ഒറ്റയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് പറയാനുള്ള ആ മെസ്സേജസ് എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ഇൻട്രോ മാത്രം, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആ ഒരു മാത്രം പറഞ്ഞിട്ട് വേറെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ നിങ്ങളുടെ പേഴ്സണിന് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രം ഒന്ന് പിക്ക് ഔട്ട് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു ലോങ് വീഡിയോ അല്ല, ഒരു സ്മോൾ വീഡിയോ തന്നെയാണിത്, ഒരു കൊച്ചു റീഡിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിൽ തന്നെയാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. അത് എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വിചാരിക്കുന്നത് ഇനി ഈ റിലേഷൻഷിപ്പിന് ഒരിക്കലും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകില്ല, ഇതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു എൻഡ്, ഇതൊരിക്കലും ഇനി മാറാനായിട്ട് പോകുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ എന്ന് കരുതി ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന, വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡ് എനർജി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെയായിരുന്നു, അങ്ങനെ തന്നെ വിചാരിച്ചു. ഇത് മൊത്തത്തിൽ ഇങ്ങനെ അടിയും ബഹളമായത് ഇങ്ങനെ പോയി, മൊത്തം ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ഒരിക്കലും ശരിയാക്കി എടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സണും വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ്, നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു ഗ്യാപ്പ് കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു ഒതുക്കം വരും, അല്ലെങ്കിൽ ഒരു ഇത് വരും എന്ന് പറഞ്ഞ ഒരു മയം വരും എന്ന് പറയുന്ന കണക്കിന് അവർക്ക് ഈ ഒരു സമയത്ത് വീണ്ടും നിങ്ങളോട് ഒരു ആദ്യമേ തോന്നിയിരുന്ന പോലെ തന്നെ ഒരു ക്രഷ് അല്ലെങ്കിൽ ഒരു സ്നേഹം അവർക്ക് തോന്നുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അവര് പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു, ഒക്കെ അത്തരത്തിലുള്ള ഫീലിങ്സുകളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവര് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ വ്യക്തിക്ക്, ഈ ഒരു പേഴ്സണ് നിങ്ങളെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഒത്തിരി അധികം ആഗ്രഹമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വളരെയധികം അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ സംസാരിക്കാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. സെപ്പറേഷനിൽ ആയിരിക്കുമ്പോൾ പോലും അവർ എപ്പോഴും ഓൾവേസ് തിങ്കിങ് ചെയ്യുന്നത് നിങ്ങളെ കുറിച്ച് തന്നെയാണ്. ഈ ഒരു കാര്യവും അവർ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളും അവർക്ക് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല.
എപ്പോഴും അവര് നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുറകെ തന്നെയാണ് ഈ ഒരു സമയത്തുള്ളത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അത്രയധികം ഒരു നിങ്ങളോട് ഫീലിങ്സ് അവർക്ക് തോന്നുകയാണ്. അവര് നിങ്ങളുടെ ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ വരും, ചിലപ്പോൾ അവരെന്നെ അപ്രോച്ച് ചെയ്യുമായിരിക്കും എന്ന ഒരു പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഒരു എനർജി കിട്ടുന്നുണ്ട്. ഇനി അവര് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അതിനൊരു റിപ്ലൈ കിട്ടുമോ, അല്ലെങ്കിൽ ഇനി അവര് ഒരു ഈഗോയിസ്റ്റിക് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ അവർക്കൊരു മെസ്സേജോ കോളോ ചെയ്യട്ടെ ഫസ്റ്റ്, അതിനുശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് കരുതി അവരെപ്പോഴും തന്നെ ഫോൺ എടുത്ത് നോക്കുന്നു. ചില സമയങ്ങളിൽ അവർ ഫോണിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളയുന്നത് വരെ ഉള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ സമയത്തിലും അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവരെപ്പോഴും ഇതിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ താൻ ചെയ്യുന്നുണ്ട് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് വിളിച്ച് പറയാനായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ അവരത് മനസ്സിൽ അടക്കി വെക്കുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ വ്യക്തി അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീയൂണിയന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് അവരുടെ ലൈഫിൽ പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ടതല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇനി ഒരു റീയൂണിയന് വേണ്ടിയിട്ട് മാത്രം നിൽക്കണം എന്ന് റീയൂണിയന് വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. ആ ഒരു റീയൂണിയന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ ഒരു അവസരം വരുന്നുമുണ്ട്. ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു അവസരങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ടെന്ന് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസരം വരുന്നതായിട്ട് അവർക്ക് ഓൾറെഡി അറിവുണ്ട്. അവർക്കറിയാം എനിക്ക് ഇങ്ങനെ ഒരു അവസരം വരുന്നുണ്ടെന്ന്. ആ ഒരു അവസരത്തില് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ ഒരു തേർഡ് പാർട്ടീനെ വരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ടും ഇവര് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു ആക്ഷൻ എടുക്കണം, ഈ ഒരു റീസ്റ്റാർട്ടിന് വേണ്ടി, റീകൺസിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആക്ഷൻ എടുക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളുടെ അടുത്ത് സംസാരിച്ചില്ലെങ്കിൽ കൂടി ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം തന്നെയായിരിക്കും അവരെടുക്കുന്നത്. നിങ്ങളെ വന്ന് കാണുന്നതോ അല്ലെങ്കിൽ വിളിക്കുന്നതോ ആയിരിക്കും. അത്രമേൽ സ്നേഹമുണ്ട് എന്ന് പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ആണ് നമുക്ക് കാണുന്നത്. അപ്പൊ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് ഈ വ്യക്തിക്ക്. ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. വളരെയധികം ഒരു സ്നേഹത്തോടെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്നേഹത്തിന്റെ പാത്രവുമായിട്ട്, തുളുമ്പുന്ന പാത്രവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ടാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ തേർഡ് പാർട്ടീനെയൊക്കെ തട്ടി മാറ്റിയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണെന്ന് അറിയുന്നില്ല, ഈ ഒരു സമയത്ത് അവർക്ക് അത്രയധികം ഒരു സ്നേഹം നിങ്ങളോട് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയ ഒരു സെപ്പറേഷൻ തന്നെയാണ്. ഇപ്പോൾ ഉടനെ പെട്ടെന്നായ സെപ്പറേഷനും അല്ല എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനും നിങ്ങളെ കാണാനും കമ്മ്യൂണിക്കേഷനിൽ വരാനും ഒക്കെ ഈ വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്നെടുത്ത് നോക്കാം. എന്താണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ ഒരു സമയത്ത് നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഓക്കെ, I feel empty without you. I am changing and learning some hard lessons right now. Okay, ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ വളരെയധികം ശൂന്യത അവർക്ക് അനുഭവപ്പെടുന്നു. ഈ ഒരു സമയത്ത് ഇതിനു മുന്നുമുള്ള സമയങ്ങളിലൊക്കെ അവർ ഒത്തിരി മാറിയിരിക്കുന്നു. പല ലെസൺസ്, ഹാർഡായിട്ടുള്ള ലെസൺസ് ഒക്കെ പഠിച്ച് അവർ ഒത്തിരി മാറിയിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, ഓരോ സമയവും നിങ്ങളോടൊപ്പം ചെലവഴിച്ച് സ്പെൻഡ് ചെയ്ത ഓരോ സമയവും അവർക്ക് വളരെ വിലപ്പെട്ടതാണ് എന്ന് അവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. അവരതെല്ലാം ഓർമ്മകളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൂമെന്റ് യു ലീവ്. എന്നെ നീ ഉപേക്ഷിച്ച് പോയ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേഷനിൽ പോയ ആ ഒരു സമയം മുതൽ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. എനിക്കും കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഈ ഒരു സമയത്ത് ഷെയർ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവർക്ക് വല്ലാതെ ഒരു മിസ് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഈ ഒരു സമയത്ത് നീ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് നിങ്ങളെ കാണാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. ഐ മിസ് യു, ഐ മിസ് യു, ഐ മിസ് യു. ഓക്കെ, വളരെയധികം മിസ് ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്.
ഗീവ് മീ സം ലവ്, ഐ എം സോറി. വീണ്ടും അവർ നിങ്ങളോട് സോറി ചോദിക്കുകയാണ്. കുറച്ച് സ്നേഹം എനിക്ക് തന്നാലും എന്ന് അവർ യാചിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ട്, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഞാൻ നിന്റെ ഒപ്പം തന്നെ ഉണ്ട് എന്ന് ഈ വ്യക്തി പറയുകയാണ്. ഇനി അതാണ് ഞാനിവിടെ പറഞ്ഞത്, തേർഡ് പാർട്ടിയെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സോൾ മെസ്സേജസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, ഫസ്റ്റ് ക്ലൂ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഹോണസ്റ്റ്. വളരെ സത്യസന്ധമായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നവംബർ മന്ത്, ലോങ് നെയില്, ടുഡേ പോസിബിലിറ്റി ആണ് ടുഡേ എന്ന് വന്നിരിക്കുന്നത്. ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. വീണ്ടും നമുക്കൊരു ടുഡേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പെക്ട് മിറാക്കിൾസ്. ഓക്കെ, എൻഡായി പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. 51 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല, ഫോട്ടോഗ്രാഫി ഫീൽഡ്, ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, നമ്പർ 6, 55 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. കോട്ടയം ഡിസ്ട്രിക്ട്. ഓക്കെ, സ്പിരിച്വൽ പാത്ത്. ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ഒക്കെ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം അവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. നമ്പർ 22 ഇവിടെ കിട്ടുന്നുണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നുള്ളൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2004 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 26, 2005, നമ്പർ 5, 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 49 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 52 ഇവിടെ കിട്ടുന്നുണ്ട്. വീഡിയോ ഗെയിം ഒക്കെ കളിക്കാൻ ഒത്തിരി താല്പര്യമുള്ള ആളുകളായിരിക്കാം. 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 2 കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 21 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 44 നമുക്ക് കിട്ടുന്നുണ്ട്. 1985 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഓക്കെ, ചെസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.